എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശോഭയോട് മൂന്ന ഭാഷ പറയാ, അതെ ഒരു കാര്യം ചെയ്യാം, നീ മോള് വന്നു കഴിയുമ്പത്തിന് പാറു വന്നു കഴിയുമ്പത്തിന് അവളുടെ കയ്യിൽ പൈസ കൊടുക്കുക. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, അവളിത് വാങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. അതെന്താ, അച്ഛന്റെ കയ്യിൽ പണമില്ലെന്നുള്ള കാര്യം അവൾക്ക് അറിയാലോ. ഇത് തൽക്കാലത്തേക്ക് വായ്പ മേടിച്ചാന്ന് പറയണ്ട, എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചാന്ന് പറഞ്ഞാൽ മതി. നല്ല കഥയായിപ്പോയി. എവിടുന്നെങ്കിലും വായ്പ മേടിച്ചാന്ന് അറിയാം. അതെ, ആ നാരായണ മാഷിനോട് വായ്പ മേടിച്ചാന്നുള്ള കാര്യം പറയണ്ട. 1,00,000 രൂപയുണ്ട്, ഇത് നീ ഇതെടുത്ത് വെക്ക്, അവൾ വരുമ്പോൾ കൊടുക്ക്, ബാക്കിയത്തെ കാര്യം പിന്നെ അല്ലേ എന്നൊക്കെ പറയാണ്. ആ സമയം സേതുവും പല്ലവിയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. അപ്പോഴേക്കും അവിടെ വിശ്വവും പാറുവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേതുവും പല്ലവിയോട് കയറി വരുന്ന സമയത്ത് വിശ്വവും പാറുവോട് നിൽക്കുന്നുണ്ടു. പാറുവിനെ കണ്ടതും പല്ലവി ഓടി അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇതുവരെയായിട്ട് നീ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ചേച്ചി, ഞാൻ പെട്ടെന്ന് വിശ്വം പറഞ്ഞു, ഞാൻ ആ പാറുവിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചത്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കഴിക്കുമല്ലേ, ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചെന്ന് പറയണം. ഇത് കേട്ട പല്ലവി പറഞ്ഞു, എന്നാലും അത് വേണ്ടിയിരുന്നില്ല പാറു എന്ന് പറയണം. സേതു പറഞ്ഞു, ഫുഡ് കഴിക്കാൻ പോവല്ലേ, ഇനിയിപ്പൊ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. വിശ്വം പറഞ്ഞു, ബാ നമുക്ക് കഴിക്കാന്ന് പറയണം. അങ്ങനെ എല്ലാം റെഡിയാക്കി പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇട്ടാട് ഊണ് വലിയ സദ്യ തന്നെ വിളമ്പി വെച്ചിരിക്കുകയാണ്. അത് കണ്ട പല്ലവി വെച്ച്, ഇതെന്താ സദ്യയൊക്കെ? ഇത് കേട്ട വിശ്വം പറഞ്ഞു, ഇന്നത്തെ ദിവസം സദ്യ കഴിക്കുന്ന നല്ലതെന്ന് പറയണം. സദ്യ കഴിക്കുന്ന, അതെ ഇന്നത്തെ ദിവസം സദ്യ കഴിക്കേണ്ടതെന്ന് പറയണം. പല്ലവിക്ക് എവിടെയോ എന്തൊരു പതികേട് തോന്നി. അങ്ങനെ കൈ കഴുകാൻ പോകുന്ന സമയത്ത് പല്ലവി സേതുവിനോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. എന്ത് സംശയം? നോക്കിയേ, വിശ്വത്തിന് ഡ്രസ്സൊക്കെ നോക്കിയേ, കല്യാണത്തിന് അണിയുന്ന ഡ്രസ്സ് പോലത്തെ ഡ്രസ്സൊക്കെ അണിഞ്ഞോണ്ടല്ലേ അവൻ നിക്കണേന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല, ബാ കഴിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അവരങ്ങനെ ഒന്ന് കഴിക്കാതിരിക്കുമ്പത്തേനും പാറു കഴിക്കണില്ല. നീ എന്താ പാറു ഇങ്ങനെ നോക്കിയിരിക്കണേ, നീ കഴിക്കണില്ലേന്ന് പല്ലവി ചോദിക്കുക. കഴിക്കണ ചേച്ചിന്ന് പറയണം. എന്നാ കഴിക്കുക. പാറിന്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. ദേ ഫുഡിന് മുന്നിൽ ഇരുന്ന് കരയരുതെന്ന് പറയണം. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, അത് ചിലപ്പോൾ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം ഓർത്തിട്ടായിരിക്കും അവൾക്ക് സങ്കടം വരുന്നേ. അത് പാറു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കാതെ ഫുഡ് കഴിക്കാൻ പറ എന്ന് പറയണം. ആ സമയം സേതു പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പം വേറെ നോവും ചിന്തിച്ചിട്ട് കാര്യമില്ല, എല്ലാരും കൂടെ സന്തോഷമായിട്ടിരുന്ന് ഫുഡ് കഴിച്ചിട്ട് പിരിയാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം ഇന്ദ്രനും പ്രതാപനും കണ്ടുമുട്ടുവാണ്. ഇന്ദ്രൻ കുറച്ച് ലഡുവൊക്കെ മേടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. പിന്നെ പ്രതാപനെ നീട്ടിട്ടോ ഇത് പിടിക്കണോന്ന് പറയണം. ഇത് കേട്ടപ്പോ പ്രതാപൻ പറഞ്ഞു, ഇതെന്തിനാ സ്വീറ്റ്സ് ഒക്കെ? ഒരു സന്തോഷ വാർത്ത പറയുന്ന സമയത്ത് സ്വീറ്റ്സ് ഒന്ന് വേണം പറയാനായിട്ടെന്ന് പറയണം. സന്തോഷ വാർത്തയോ? അതെന്താ സന്തോഷ വാർത്ത? അതൊക്കെ ഉണ്ട് എടോ, ഒരു കല്യാണം നടന്നെന്ന് പറയണം. കല്യാണോ? താൻ വേറെ കല്യാണം കഴിച്ചോ? ഞാനല്ല കല്യാണം കഴിച്ചേ. പിന്നെയോ പല്ലവിയുടെ അനിയത്തി അറിയാമല്ലേ? അറിയാം, അവളും പിന്നെ എന്റെ അഞ്ചൻ വിശ്വത്തും തമ്മില്. ഇതെങ്ങനെ സംഭവിച്ചു ഇന്ദ്രാന്ന് ചോദിക്കുക. അതൊക്കെ സംഭവിച്ചിടോ, അതിന്റെ സന്തോഷത്തിന് ഇതെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞ് പൊടി നിമിഷം പ്രതാപനൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാലോ എന്ന് പറയണം. എന്ത്? അപ്പൊ തന്റെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കണം. ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്ദ്രൻ പറഞ്ഞു, തനിക്ക് ബുദ്ധി ഉണ്ടല്ലോടെ പ്രതാപെന്ന് പറയണം. പിന്നല്ലാതെ ഇന്ദ്രൻ ഒന്ന് കാണാതെ ഒന്ന് കളിക്കില്ലെന്ന് ഈ പ്രതാപൻ അറിയാന്ന് പറയാം. അതിനർത്ഥം എന്താ? മിക്കവാറും പല്ലവീനെ കുരുക്കാനായിട്ടുള്ള പണിയല്ലേന്ന് ചോദിക്കും. അതെ, പല്ലവീനെ കുരുക്കാനായിട്ടുള്ള പണി തന്നെയാ ഇത്. ഇത് വെച്ച് ആര് കളി അങ്ങോട്ട് കളിക്കും? ഈ ഇന്ദ്രൻ ആരാന്ന് അവർക്ക് അറിയില്ല എന്ന് പറയാണ്. പിന്നീട് പ്രതാപൻ പറഞ്ഞു, താന് ആൾ കൊള്ളാലോടോ ഇന്ദ്ര, അപ്പൊ ഇതൊക്കെ മുൻകൂർ കണ്ടിട്ടല്ലേ ഓരോന്ന് ചെയ്തോണ്ടിരുന്നല്ലേന്ന് ചോദിക്കും. ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടിയ കാര്യങ്ങളാ പ്രതാപ, നമ്മളത് മാക്സിമം വിനിയോഗിക്കണം. ഇനിയാണ് ഈ ഇന്ദ്രൻ കളിക്കാനായിട്ട് പോണേ. ഇന്ദ്രന്റെ മുന്നിലെ പല്ലവിയൊക്കെ വന്ന് നിൽക്കുന്ന കാഴ്ച നീ കണ്ടു. അവളെ വെച്ചുണ്ടല്ലോ, ആ പാർവതിനെ വെച്ച് ഞാൻ ഒരു കളി അങ്ങോട്ട് കളിക്കൂന്ന് പറയണം. കൊള്ളാം, സമ്മതിച്ചു തന്നിരിക്കുന്നു. അതെ, എന്തേലും സഹായം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാന്ന് പറയാം. തൽക്കാലത്തേക്ക് തന്റെ ഒരു സഹായം വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം, എനിക്ക് തന്നെ ഡീൽ ചെയ്യാനുള്ള കാര്യമുള്ളെന്ന് ഇന്ദ്രൻ പറയാണ്. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് കയറി പോകുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെ, എനിക്ക് ഈ കാര്യം അറിയാവുന്ന താൻ ആരോടും തൽക്കാലത്തേക്ക് പറയാനൊന്നും പോകണ്ട പ്രതാപ. മുമ്പ് തന്നോട് ഞാൻ ആദ്യം പറയാറുന്നത് എന്താണെന്നറിയാവോ? അത് പുറത്ത് ലീക്ക് ആയിട്ടുണ്ട്, കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം അവതാളത്തിലാവും, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറി പോവാ. പ്രതാപൻ ഇതിൽ പരൊരു സന്തോഷം കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ പല്ലവിക്കിട്ട് സേതുകൊണ്ട് ഒരു പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നൊരു ചിന്തയൊക്കെ പ്രതാപന്റെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സേതുവും പല്ലവിയൊക്കെ അങ്ങോട്ട് വരുവാണ്. അപ്പോഴും പാറുവിന്റെ മുഖം തെളിഞ്ഞില്ല. പാറുവിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോ പല്ലവി വെച്ചു, എന്താ പാറു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ പ്രശ്നം? നിന്റെ മുഖം എന്താ മോളെ വല്ലായിരിക്കുന്നേ? പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ? സാരമില്ലെന്നേ, എല്ലാം ശരിയാവുമെന്ന് പറയണം. ഇത് കേട്ടതും പല്ലവിനെ കെട്ടിപ്പിടിക്കുകയാണ് പാറു. ഈ സമയം പല്ലവി പറഞ്ഞ്, വിഷമിക്കൊന്നും വേണ്ട, നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു കാര്യമുണ്ട് ചേച്ചി, എന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറയണേ. പല്ലവി ഞെട്ടിപ്പോയി. നീ എന്താ പറഞ്ഞേ? പാറും ചോദിച്ചിട്ട് പാറു ഞങ്ങള്
പതുക്കെ അങ്ങ് പിടിച്ചു മാറ്റുവാണ്. അതെ, സത്യം പറഞ്ഞ എൻ്റെ വിവാഹമായിരുന്നു എന്ന് പറയണം. ആ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു, സാക്ഷികളായിട്ട് ഒപ്പിട്ടത് അതെ സേതുവേണ്ണൻ പല്ലുവെച്ചു പറയണം. സകല നിയന്ത്രണം വിട്ടുപോയി പല്ലുവയ്ക്കുക. പല്ലുവെച്ച് എന്താ നീ പറയണ പാവെന്ന് ചോദിക്കണം. വിശ്വം പറഞ്ഞ അതേ ചേച്ചി, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അതിന്റെ സദ്യയായിരുന്നു ഇപ്പൊ കഴിച്ചതെന്ന് പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് പല്ലവിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. പല്ലവിച്ച് നീ എന്താ മോളെ കാണിച്ചേ? നിന്നെ പ്രതീക്ഷ അവിടെ അച്ഛനും അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവരോട് നീ എന്ത് സമാധാനം പറയും? ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കുക. എല്ലാം അറിയാച്ചി, നീ എന്താ ഒരു വാക്ക് പോലും പറയായിരുന്നേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രം വിശ്വ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിശ്വത്തിന്റെ ഒരു ഏക ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ് ചേച്ചി നോക്കുന്നേ. ഇന്ദ്രന്റെ അനിയനാന്നുള്ളതല്ലേ? പക്ഷെ എന്നും പറഞ്ഞോണ്ട് വിശ്വം നല്ലവനാന്ന് പറയാം. വിശ്വം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, കാരണം ഞാൻ ഇന്ദ്രന്റെ അനിയനായതുകൊണ്ട്. പക്ഷെ അങ്ങനല്ല, ഞാൻ പാറുവിനെ പൊന്നുവെള്ള നോക്കിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം. ഇതേടെ പല്ലേ പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീട്ടിൽ അറിയുമ്പോ എന്തായിരിക്കും നടക്കാൻ പോണേ? നിനക്കറിയാലോ ഈ ഇന്ദ്രൻ ആരാന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ പാറു എന്ന് ചോദിക്കുക. പാറു, ഞാൻ ഇന്ദ്രനെ അല്ലല്ലോ വിവാഹം കഴിച്ചിരിക്കുന്നേ, ഞാൻ ഇന്ദ്രന്റെ അനിയനെയല്ലേ. പിന്നെ എന്തിനാ ചേച്ചി ഭയപ്പെടുന്നേ? എനിക്ക് ഭയമൊന്നുമില്ല, ആ കാര്യത്തിലോ ടെൻഷനൊന്നുമില്ല. അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാ. ഇതിവിടെ പല്ലു പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് പല്ലു അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കണം. വിഷം വന്നിട്ട് പറഞ്ഞു, പാറു നിനക്ക് ഒരു വാക്ക് പറയാമെന്ന് പറയാ. പറഞ്ഞല്ലോ സേതുവേട്ടാ, അല്ല സേതു വന്നിട്ട് പറഞ്ഞു, ഒരു വാക്കെങ്കിലും പറയാലോ എന്ന് പറയണം. പറഞ്ഞല്ലോ സേതുവേട്ടാ, ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? അതുകൊണ്ടാണ് ഞാനും വിശ്വം ചേർന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തേന്ന് പറയണം. ഇനി എന്തേലും പറയാൻ പറ്റുമോ? പല്ലവിയാണ് അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ആ സമയം ഒരു കൊറിയർ വരുവാണ് ശോഭയുടെ മൂന്തം ഭാഷന്റെ വീട്ടിലേക്ക്. കൊറിയർ ഒന്ന് കൊടുത്തു, സൈൻ ചെയ്തു. മൂന്തം ഭാഷ വാങ്ങിച്ചു. ഇതെന്താ? ഒരു വലിയൊരു പൊതിയാണ്. അങ്ങനെ അവർ കവറ് പൊട്ടിച്ചു നോക്കുമ്പോ വലിയൊരു റീത്ത വിത്തിലാവുന്നും പറഞ്ഞ് എഴുതിയേക്കുന്നു. ഇത് കണ്ടതും അപകടം മണത്തു മൂന്തം ഭാഷന്. ഇതാ ഇന്ദ്രന്റെ പണിയാന്ന് തോന്നേ. ഇന്ദ്രനെ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ പറയാ. അയച്ചാരാന്നില്ല. ഇത് കേട്ട ശോഭ പറഞ്ഞു, എന്റെ ഭഗവാനെ, ഇനി എന്ത് ദുരന്തമാണോ വരാൻ പോകുന്നത്? എന്ത് ദുരന്തം? ഒരു നല്ല കണിയായിട്ടാ എനിക്ക് തോന്നിയത്. നല്ല ശകനോ ഏതാ റീത്ത് കാണുന്നേ. മോള് പോകുമല്ലേ ഇന്ന് വൈകുന്നേരം. അപ്പൊ അതൊക്കെ മിക്കവാറും അതൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. എന്നാലും അവനിത് എന്തിന്റെ കേടാ മാഷെന്ന് ചോദിക്കാം. അവൻ ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചിട്ട് എന്ത് കാണിക്കാനാ? ഒരു പ്രയോജനമൊന്നുമില്ല. അവൻ അവന്റെ പാട്ടിന് പോട്ടെ. ഡിവോഴ്സ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവന് സമനില തെറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ കാണിച്ചു കൂട്ടുന്നല്ലേ. നമ്മൾ എന്തിനാ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കണേ? നമ്മുടെ മോള് നമ്മളെ ചതിക്കില്ലെന്ന് നമുക്കറിയാലോ. അവളിന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകും. അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളും തീരും. പല്ലവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തിനാ ഇനി പേടിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശോഭ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്തോ എനിക്കിപ്പോഴും എൻ്റെ നെഞ്ചിൽ തീ മാഞ്ഞിട്ടില്ല. അത് മായണമെങ്കിൽ അല്ലെങ്കിൽ അത് പോകണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് പാറു കയറി പോകണം. അതുവരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും എന്ന് പറയാം. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, വെറുതെ BP ഒന്നും കൂട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശോഭനെ വിളിച്ച് അകത്തേക്ക് കയറി പോവാണ്. ആ സമയം വിശ്വത്തിനോടും പാർവതിയോടും ചോദിച്ചു, അല്ല നിങ്ങളുടെ തീരുമാനം ഇനി എന്താന്ന് സേതു ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഇത് കേട്ടതും പാറു പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ സാധാരണ എങ്ങോട്ടാ? ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ ഭാര്യ പോണേ, അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയാം. വേണ്ട പാറു, അത് ഡേഞ്ചറാണ്. ആ ഇന്ധനുള്ള വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാം. ചേച്ചി എന്തിനാ ഭയക്കണേ? എനിക്കൊരു പേടിയില്ല, ഇതെന്റെ ഒരു വാശിയാ. ചേച്ചി അന്ന് ഇറങ്ങി പോകുന്ന വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് എൻ്റെ വാശി ചേച്ചി. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. എന്നാലും മോളെ, ഇത് കേട്ടാൻ വിശ്വം പറഞ്ഞ്, ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ കയറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അമ്മയുടെ സ്വഭാവം വെച്ച് പറയുന്ന, അല്ലെങ്കിൽ തന്നെ പാറുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് കയറ്റാനായിട്ട് വഴിയില്ല. പിന്നെ ഇവള് പറയുന്ന പോലെ ചെന്ന് നോക്കാം. ചെന്ന് നോക്കിയിട്ട് മിക്കവാറും അവിടെ നിന്ന് അടിച്ചിറക്കത്തോളെന്ന് പറയണം. പല്ലവി പറഞ്ഞു, എന്നാലും വേണ്ട മോളെ, അറിയാലോ ആ ഇന്ദ്രന്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് വെച്ചാണോ നീ ഇതൊക്കെ? എന്തിനാ ചേച്ചി ഭയക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴാണ് ഞാൻ ഇതിനെല്ലാം ഫേസ് ചെയ്യേണ്ടല്ലേ? അതുകൊണ്ട് എനിക്ക് അവിടെ കയറി ചെന്നേ മതിയാവുള്ളൂ. അവർ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ ഇഷ്ടം എന്ന് പറയണം. സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീടുള്ള കാര്യം ഞങ്ങൾ നോക്കുമെന്ന് പറയാം. പാറുച്ചിരി ഒന്നും ബോൾഡായി. അത് കേട്ട വിശ്വം പറഞ്ഞു, അത് ശരിയാച്ചി, ഞങ്ങൾ പോയി നോക്കട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലെ പല്ലവി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സേതു വന്ന് പല്ലവിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന